പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജാനുവരി മാസം 17 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. അവൻ എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. അവൻ കരങ്ങൾ ഉയർത്തിയിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് കരങ്ങൾ ഉയർത്തിയിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അമ്മ രാത്രികാലം കാത്ത് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രാവിലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അമേൻ, ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, സൗഖ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മളെ നടത്തുന്ന നല്ല കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. അത് തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. തന്ന ആരോഗ്യത്തിനായിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ്, തന്ന ആയുസ്സിനായിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ, ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച രക്ഷയോർത്തൊന്ന് സ്തോത്രം പറഞ്ഞ്, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ, നമ്മളെ നീതീകരിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങേ നാമത്തെ ഉയർത്തുന്നു. ആ നാമം സകല നാമത്തിലും മേലായ നാമമാക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അപ്പം അറിയുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഓപ്പറേഷൻ ചെയ്തേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇന്ന് പൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഇന്ന് പൽക്കാലം നടക്കട്ടെ. പ്രത്യേകിച്ച് ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, കണ്ണുമായിട്ടുള്ള വിഷയത്തിൽ ആമേൻ, ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ മഹത്വം ആ കണ്ണിനകത്ത് ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകട്ടെ. ഓപ്പറേഷൻ കൂടാതുള്ള ഒരു അത്ഭുത സൗഖ്യം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ലഭിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. എല്ലാ നേസൽ ബ്ലോക്കുകളും ഈ പ്രഭാതത്തിൽ മാറിപ്പോട്ടെ. എല്ലാ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ജോലിയില്ലാത്ത വിഷയങ്ങൾ കർത്താവ് തക്ക സമയത്ത് വഴി തുറക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറണം. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് നടക്കുവാനുള്ള സഭായോഗത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥന. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ, മഹത്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. തക്ക സമയത്ത് അതിൽ പങ്കെടുക്കണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത്, ആമേൻ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കോമണായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ള ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ 4-ാമത്തെ വാക്യം.
യേശുവും പത്രോസും കൂടെയുള്ള കണ്ടുമുട്ടലാണ്. പത്രോസിൻ്റെ പടകിനെ കർത്താവ് ഉപയോഗിക്കുന്നു. അതിനുശേഷം 4-ാം വാക്യത്തിൽ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ വലയിറക്കിയപ്പോൾ അവൻ കഴിഞ്ഞ രാത്രികാലം അധ്വാനിച്ചിട്ട് കിട്ടാഞ്ഞത് അവൻ എന്ത് ലഭിച്ചു? പത്രോസിന് ലഭിക്കുക. പടക് നിറച്ച് മീൻ ലഭിക്കുന്നു. കൂട്ടുകാർ കൂടെ കൊടുക്കത്തക്ക രീതിയിൽ ചെറുപടകുകളിലേക്കൂടെ മീൻ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇത് ഓർപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കർത്താവുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം. എല്ലാത്തിൻ്റെയും പ്ലാനുകൾ പരിശുദ്ധാത്മാവാണ് ചെയ്യേണ്ടത്. നമ്മളൊരു പ്ലാനും ചെയ്യരുത്. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് ഇടപെടണം, എന്നോടൊന്ന് സംസാരിക്കണം. അതിന് വേണ്ടുന്നതായ ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് നമുക്ക് അതിൻ്റെ ഐഡിയ പറഞ്ഞു തരുന്നത്. ഈ ഐഡിയ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിലാകും. ഭയങ്കര കഠിനാധ്വാനത്തിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഇപ്പം നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവജനം ചെങ്കടൽ കടന്ന് പുറത്തു വന്ന് അവർ വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ജെരിക്കോ വോൾ വന്നു, എരിഹോ മതിൽ വന്നു. അപ്പോൾ ഈ എരിഹോ മതിൽ കടന്നു വേണം അവർക്ക് അപ്പുറത്തോട്ട് പോകാൻ. അപ്പോൾ കർത്താവ് അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു, ഈ എരിഹോ മതിലിനെ ഇടിക്കുവാൻ. അത് ചൈന വൻമതിലിനേക്കാൾ വലുതാണ്. അതിൻ്റെ മുകളിൽ രഥങ്ങൾ കൊണ്ടുപോകാം, അതിൻ്റെ മുകളിൽ ആളുകൾ പാർക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അത്രയും വലിയൊരു മതിൽ മാനുഷികമായിട്ട് ഇടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അത് ഇടിച്ചു കഴിഞ്ഞാൽ ആ വഴി ബ്ലോക്കായി പോകും. ഇത്രയും വലിയ മതിലല്ലേ. അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകും, അത് മുഖാന്തരം ഉണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളുണ്ടാകും. ഇതെല്ലാം കിടക്കുമ്പോൾ കർത്താവ് അവിടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതിന് ചുറ്റും നടന്നിട്ട് കാഹളമൂതണം, ജനം ആർപ്പ് പിടിക്കണം, അപ്പോൾ ഇതിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ആ ഒരു ഐഡിയ ജോഷുവായ്ക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ അവരതനുസരിക്കുകയും അത് പ്രകാരം കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ എരിഹോ മതിൽ ഇടിഞ്ഞുപോയി. ചരിത്രം പറയുന്ന എരിഹോ മതിൽ നേരെ ഭൂമിക്കടിയിലോട്ട് പോയെന്നാണ് പറയുന്നത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ദൈവത്തിൽ നിന്നും ഐഡിയ ചോദിക്കണം. ഏത് കാര്യമാണെങ്കിലും, ചെറുതായാലും വലുതായാലും കർത്താവിനോട് പറയും, കർത്താവേ അങ്ങ് എനിക്ക് ഐഡിയ പറഞ്ഞു തരണം, ഞാൻ എങ്ങനെ ചെയ്യണം, ഞാൻ എന്താ അവിടെ കാണേണ്ടത്, ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അത് നമുക്ക് ഐഡിയ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ് തരും. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എരിഹോ മതിൽ പോയതുപോലെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ പോകാൻ തുടങ്ങും. അതിപ്പോൾ ഹായ് പട്ടണം പിടിച്ച കാര്യമാണെങ്കിലും ജോർദാൻ പിളർന്ന കാര്യമാണെങ്കിലും എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചന ലഭിച്ചപ്പോൾ, ആലോചന പ്രകാരം അവർ പ്രവർത്തിച്ചപ്പോൾ അതെല്ലാം വേഗത്തിൽ പരിഹരിക്കപ്പെടുവാൻ കാരണമായി. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ 2025 ദൈവാത്മാവിൻ്റെ ആലോചന ചോദിച്ച് ഏത് വിഷയമായാലും, ചെറിയ വിഷയമായിക്കോട്ടെ വലിയ വിഷയമായിക്കോട്ടെ, ആലോചനയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേഗത്തിൽ കാര്യങ്ങൾക്ക് തീരുമാനമാകും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2025 പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ മുന്നോട്ട് പോവുക, ജയകരമായിട്ട് മുന്നോട്ട് പോവുക. ഈ അനുഗ്രഹത്തിൻ്റെ വർഷം ഈ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ജീവിപ്പാൻ തക്കണം ദൈവാത്മാവിൻ്റെ ആലോചനയിൽ പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ മറ്റു ചിലർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. കേട്ടോ, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എല്ലാത്തിലും ജയം തന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി